ഉറക്കം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഉദ്ധാരണക്കുറവുണ്ടാവുമോ? ഓൺലൈനായിട്ട് എന്നെ കൺസൾട്ട് ചെയ്യുന്ന കുറേ പേരായി ഈ ചോദ്യം ചോദിക്കുന്നു. അതിൽ ചിലർക്കൊക്കെ ഓൾറെഡി മനസ്സിലായിട്ടുമുണ്ട്. ഇവർക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഉദ്ധാരണം മികച്ച രീതിയിലുണ്ടാവും. പക്ഷേ ഉറക്കം നഷ്ടപ്പെടുന്നതിനനുസരിച്ച് തന്നെ ഉദ്ധാരണം കുറയുന്നതായിട്ട് ഇവർ തന്നെ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഡോ ഫുഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഇത്തരത്തിലുള്ള സെയിം പ്രോബ്ലമുള്ള 2 പേരാണ് എന്നെ ഒരേ ദിവസം കൺസൾട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വിഷയത്തിനെ കുറിച്ച് എന്തായാലും ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഇതാണ്: ഉറക്കം കുറയുന്നതിനനുസരിച്ച് ഉദ്ധാരണക്കുറവ് ഉണ്ടാകുന്ന 5 വഴികൾ ഏതൊക്കെയാണ്, അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മികച്ച ഉറക്കം എന്ന് പറയുന്നത് നമ്മളുടെ ഓവറോൾ പെർഫോമൻസിന് മാത്രമല്ല, നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമ്മളുടെ ചിന്താശക്തി കുറച്ചും കൂടിയും ക്ലാരിറ്റി ഉള്ളതാക്കാനും മെമ്മറി ബൂസ്റ്റ് ചെയ്യാനും പല തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണുള്ളത്. പുരുഷന്മാരുടെ ഉദ്ധാരണവും ഉറക്കത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഉറക്കം നല്ലതാണെന്നുണ്ടെങ്കിൽ ഉദ്ധാരണത്തിനൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. സ്ലീപ്പ് ഡിസോർഡേഴ്സ് തുടങ്ങുന്നതിനനുസരിച്ച് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും മറ്റു തരത്തിലുള്ള ഇറക്ഷൻ പ്രോബ്ലംസും ഉണ്ടാവാം. ഉദ്ധാരണക്കുറവ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ 3 പേരിൽ ഒരാൾക്കെങ്കിലും ഉദ്ധാരണക്കുറവുണ്ടാവും. ഇത് പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ നിരക്ക് വീണ്ടും കൂടുന്നുണ്ട്. പക്ഷേ പ്രായം കൂടുന്നതിനനുസരിച്ച് മാത്രമല്ല, ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് ഉദ്ധാരണക്കുറവ് ഉണ്ടാവാനുള്ള റിസ്ക് 2.1 മടങ്ങ് കൂടുതലാണെന്നാണ് പറയുന്നത്. ഇത് ഉറക്കത്തിന് ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഉറക്കവും ഉദ്ധാരണവും തമ്മിലുള്ള ബന്ധം അത് പല രീതിയിലുണ്ട്. അതിൽ 5 എണ്ണം എങ്ങനെയാണെന്ന് പറയാം. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മളുടെ ഉറക്കവും സർക്കേഡിയൻ റിതവും തമ്മിലുള്ള ബന്ധമാണ്. എല്ലാ മനുഷ്യന്മാരുടെ ബ്രെയിനിലും ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ഇത് ഓരോ 24 മണിക്കൂർ 15 മിനിറ്റ് കൂടുമ്പോൾ റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് കൃത്യസമയത്ത് ഉറക്കം വരുന്നതും കൃത്യസമയത്ത് എണീക്കാൻ പറ്റുന്നതും നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന പല കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഈ സർക്കേഡിയൻ റിതമാണ്. സർക്കേഡിയൻ റിതം കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണിനെ റിലീസ് ചെയ്യുന്നത്. ടെസ്റ്റോസ്റ്ററോൺ പുരുഷന്മാരുടെ പ്രധാന സെക്സ് ഹോർമോണാണ്. സർക്കേഡിയൻ റിതം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ടെസ്റ്റോസ്റ്ററോണിൻ്റെ റിലീസ് കൃത്യമായിട്ടുള്ള സമയത്തും കൃത്യമായിട്ടുള്ള അളവിലും നടക്കുകയുള്ളൂ. പക്ഷേ സർക്കേഡിയൻ റിതം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഉറക്കത്തിനെയാണ്. ഉറക്കത്തിലെ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് തന്നെ ഈ സർക്കേഡിയൻ റിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അത് ഡിസ്റപ്റ്റഡ് ആവാം. അതിനനുസരിച്ച് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറഞ്ഞു വരാം. ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് തന്നെ പുരുഷന്മാർക്ക് ഉദ്ധാരണക്കുറവുണ്ടാവാം. ഈ സർക്കേഡിയൻ റിതം കാരണം ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോൺ മാത്രമല്ല എഫക്റ്റഡ് ആവുന്നത്, കോർട്ടിസോളും തൈറോയ്ഡ് ഹോർമോൺസും ഇങ്ങനെ പലതരത്തിലുള്ള ഹോർമോൺസിലെ വ്യത്യാസങ്ങൾ വരാം. ഈ ഒരു ബന്ധം ഏറ്റവും കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്നവർക്കാണ്. കുറേ വർഷങ്ങളായി നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്നവർക്ക് ഒരു നോർമൽ സർക്കേഡിയൻ റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിനനുസരിച്ച് ഇവർക്ക് ടെസ്റ്റോസ്റ്ററോണിലെ വ്യത്യാസങ്ങൾ വരാം. ഇത്തരത്തിലുള്ള ആൾക്കാരിലാണ് ഇറക്ഷൻ്റെ പ്രോബ്ലംസ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. നിങ്ങൾക്കും നൈറ്റ് ഷിഫ്റ്റ് ജോലിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാർഡ്സിലുള്ള വീഡിയോ കാണണം. ഉറക്കവും ഉദ്ധാരണവും തമ്മിലുള്ള രണ്ടാമത്തെ കണക്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ഫ്ലോ റിലേറ്റഡ് ആണ്. നമ്മുടെ ബോഡിയിൽ രക്തം ഒഴുകുന്നത് ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിൽ കൂടിയാണ്. അത് ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്. ഒരു പുരുഷന് ഉദ്ധാരണം സംഭവിക്കണമെങ്കിൽ പീനിസിലേക്കുള്ള രക്തോട്ടമാണ് കൂടുന്നത്. രക്തം അങ്ങോട്ട് കൂടുതൽ എത്തുന്നതിനനുസരിച്ച് ഉദ്ധാരണം ഉണ്ടാവും. എത്ര കൂടുതൽ സമയം അവിടെ രക്തം നിൽക്കുന്നോ അത്രയും സമയം ഉദ്ധാരണം നിലനിൽക്കും. പീനിസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നതിനനുസരിച്ച് ഉദ്ധാരണത്തിനും പ്രശ്നങ്ങളുണ്ടാവാം. ഇനി ഈ പറയുന്ന രക്തോട്ടവും ഉറക്കവും തമ്മിൽ ബന്ധമുണ്ട്. കാരണം ഉറക്കം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് രക്തോട്ടത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. രക്തം ഒഴുകുന്ന ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിൽ ഒരു ലൈനിങ് ഉണ്ട്. ഇതിനെ എൻഡോത്തീലിയൽ ലൈനിങ് എന്നാണ് പറയുക. നമ്മളൊരു പുതിയ ടെഫ്ലോൺ കോട്ടഡ് പാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വളരെ സ്മൂത്ത് ആയിരിക്കും. അതേപോലെയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിലുള്ള എൻഡോത്തീലിയൽ ലൈനിങ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആ ടെഫ്ലോൺ പാന് കുറേ കാലം സ്റ്റീലിൻ്റെ സ്ക്രബ് കൊണ്ട് ഉരച്ചു ശ്രദ്ധിക്കാതെ കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 5-6 വർഷം കഴിയുമ്പോൾ ഈ ടെഫ്ലോൺ കോട്ടിങ്ങിൻ്റെ സ്മൂത്ത്നെസ് നഷ്ടപ്പെടും. പലതരത്തിലുള്ള സ്ക്രാച്ചസ് ഒക്കെ അതിൻ്റെ സർഫസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെയാണ് ഉറക്കം നഷ്ടപ്പെടുന്ന സമയത്ത് രക്തക്കുഴലിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത്. ഈ സ്മൂത്ത് ആയിട്ടുള്ള എൻഡോത്തീലിയൽ ലൈനിങ്ങിൽ വ്യത്യാസങ്ങൾ ഉറക്കക്കുറവ് വരുത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള രക്തക്കുഴൽ പീനിസിലേക്ക് പോകുന്ന ആർട്ടറീസും ബ്ലഡ് വെസൽസും ആകാം. ഇങ്ങനെ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് കാരണം ഇത്തരത്തിലുള്ള ആർട്ടറീസിനുള്ളിൽ കൂടെ പോകുന്ന ബ്ലഡിനെ അത് എഫക്റ്റ് ചെയ്യാം. ബ്ലഡ് ഫ്ലോ കുറയാം. ഇത് ഡയറക്റ്റ്ലി ഇറക്ഷനെ ബാധിക്കാം. ഇനി ഈ പറയുന്ന ആർട്ടറീസ് എന്ന് പറയുന്നത് പീനിസിലേക്ക് പോകുന്ന ആർട്ടറീസ് മാത്രമല്ല, ഹാർട്ടിലുള്ള കൊറോണറി ആർട്ടറീസ് ആവാം, ബ്രെയിനിലേക്ക് പോകുന്ന സെറിബ്രൽ ആർട്ടറീസ് ആവാം, കിഡ്നിയിലേക്കുള്ള ആർട്ടറീസ് ആവാം. അതുകൊണ്ട് തന്നെ ഉറക്കം കുറയുന്നതിനനുസരിച്ച് ഹാർട്ട് അറ്റാക്കും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും അതെറോസ്ക്ലെറോസിസും ഹൈപ്പർ ടെൻഷനും സ്ട്രോക്ക് പോലത്തെ രോഗങ്ങളൊക്കെ വരാന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഉറക്കവും ഉദ്ധാരണവും തമ്മിലുള്ള മൂന്നാമത്തെ കണക്ഷൻ മനസ്സിലാക്കണമെങ്കിൽ
ഉറക്കത്തിൻ്റെ സ്റ്റേജസിനെ കുറിച്ച് മനസ്സിലാക്കണം. ഉറക്കത്തിന് പല സ്റ്റേജസ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജ് നോൺ റാൻഡം ഐ മൂവ്മെൻറ്റ് സ്ലീപ്പാണ്, അല്ലെങ്കിൽ NREM സ്ലീപ്പ് എന്ന് പറയും. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് REM സ്ലീപ്പാണ്, അതായത് റാൻഡം ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്. സ്ലീപ്പിൻ്റെ സ്റ്റേജസ് ഒക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി തീർച്ചയായിട്ടും കണ്ടു നോക്കണം. നമുക്കെല്ലാവർക്കും ഉറങ്ങുന്ന സമയത്ത് സ്വപ്നങ്ങൾ കാണാൻ പറ്റുന്നത് REM സ്ലീപ്പിൻ്റെ സ്റ്റേജിലാണ്. പക്ഷേ ഈ REM സ്റ്റേജ് എന്ന് പറയുന്നത് ഉറങ്ങി തുടങ്ങിയ ഉടനെ ആർക്കും കിട്ടാറില്ല. ആദ്യം NREM സ്ലീപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ REM സ്ലീപ്പിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. ഇത് ഓരോ 90 മിനിറ്റിൻ്റെ സൈക്കിളിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഉറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രെയിനിൽ ഏകദേശം ഒരു അടിപിടി കൂടുന്ന പോലെയാണ്. NREM സ്ലീപ്പും REM സ്ലീപ്പും ബ്രെയിനിനെ ടേക്ക് ഓവർ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഒരാൾ ഉറങ്ങി എണീക്കുന്ന സമയമാകുമ്പോഴത്തേക്കും, അതായത് പുലർച്ചെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് REM സ്ലീപ്പിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നത്. ഈ സമയമാകുമ്പോഴത്തേക്കും NREM സ്ലീപ്പ് വളരെ കുറച്ചും REM സ്ലീപ്പായിരിക്കും കൂടുതലുണ്ടാകുന്നത്. ഇനി പുരുഷന്മാർക്ക് അറിയുന്ന ഒരു കാര്യം, പുലർച്ചെ സമയത്താണ് അധിക ആൾക്കാർക്കും ഉദാഹരണം നാച്ചുറലി സംഭവിക്കുന്നത്. സ്ലീപ്പ് ഡിസോർഡർ ഉള്ള ഒരാൾക്ക് REM സ്റ്റേജ് വളരെ കുറവായിരിക്കും കിട്ടുന്നുണ്ടാവുക. അവർക്ക് സ്വപ്നങ്ങൾ കണ്ടതായിട്ട് ഓർമ്മയുണ്ടാവില്ല. രാത്രി സമയത്ത് ഉദ്ധാരണം സംഭവിക്കുന്നതും അതും ഓർമ്മയിലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് രാത്രി ഉണ്ടാവുന്ന ഇറക്ഷൻസിൻ്റെ എണ്ണവും വളരെ കുറവായിരിക്കും. REM സ്ലീപ്പ് കുറയുന്നതിനനുസരിച്ച് ഇറക്ഷനെ മാത്രമല്ല ബാധിക്കുന്നത്, ഇത് നമ്മളുടെ ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റീനെയും തിങ്കിങ് എബിലിറ്റീനെയൊക്കെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇനി നാലാമത്തെ റീസണിലേക്ക് വരാം. ഈ സ്റ്റഡി മെയിൻലി നടത്തിയിട്ടുള്ളത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയും ഇറക്ഷൻ പ്രോബ്ലംസും തമ്മിലുള്ള ബന്ധം നോക്കാൻ വേണ്ടിയിട്ടാണ്. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ സംഭവിക്കുന്ന ടെമ്പററി ആയിട്ടുള്ള ശ്വാസം എടുക്കാനുള്ള തടസ്സമാണ്. ഇത് കാരണം ബ്രെയിനിലേക്ക് മാത്രമല്ല ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ എത്തുന്നതിൻ്റെ അളവ് കുറയാം. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും അനുഭവപ്പെടാറുണ്ട്. ഇതിൻ്റെ ഒരു പീക്കിലെത്തുന്ന സമയത്ത് ഇവർ കുറച്ച് നിമിഷങ്ങളിലേക്ക് ശ്വാസം എടുക്കുന്നത് പോലെ നിർത്തും. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. സ്ലീപ്പ് ഏപ്നിയും ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ടെന്നുള്ളത് പല സ്റ്റഡീസിലും കണ്ടെത്തിയതാണ്. പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റഡി എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡി ആയിരുന്നു. ഈ സ്റ്റഡിയിൽ അവർ കണ്ടെത്തിയത് ഇറക്ഷൻ പ്രോബ്ലംസ് ഉള്ളവരെ കുറേ കാലം ഫോളോ അപ്പ് ചെയ്ത സമയത്ത് ഇതിൽ 88% ആൾക്കാർക്കും സ്ലീപ്പ് ഏപ്നിയ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. സ്ലീപ്പ് ഏപ്നിയ ഉള്ളവർക്ക് ഹൈപ്പോക്സിയ ഉണ്ടാവാം, അതായത് രക്തത്തിലുള്ള ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരാം. ഇത് പിനൈൽ ടിഷ്യൂവിനെയും ബാധിക്കാം. അങ്ങനെ ഇറക്ഷന് പ്രോബ്ലംസ് ഉണ്ടാവാം. ഇറക്ഷൻ പ്രോബ്ലംസ് ഉള്ളവർക്ക് ഭാവിയിൽ സ്ലീപ്പ് ഏപ്നിയ വരാനുള്ള റിസ്ക് വളരെ കൂടുതലായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇറക്ഷൻ പ്രോബ്ലംസ് പ്രസന്റ് ചെയ്ത് വരുന്ന അധികം ആൾക്കാർക്കും സ്ലീപ്പ് ഏപ്നിയ ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളും കൂടി ചെയ്ത് നോക്കാറുണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്ക് സ്ലീപ്പ് ഏപ്നിയൻ്റെ ട്രീറ്റ്മെൻറ്റ്, പ്രത്യേകിച്ചും CPAP പോലത്തെ മെഷീൻസ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇവരുടെ ഇറക്ഷൻ പ്രോബ്ലംസും ശരിയാവുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഈ ഫൈനലി അഞ്ചാമത്തെ മെക്കാനിസം കൂടി പറയാം. ഉറക്കം കുറയുന്നതിനനുസരിച്ച് ആങ്സൈറ്റി കൂടാൻ സാധ്യത കൂടുതലാണ്. ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ എന്ന് പറയുന്നത് ഇറക്ഷൻ പ്രോബ്ലംസിൻ്റെ ഒരു റീസണും കൂടിയാണ്. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. അതിൽ ചിലത് ഓർഗാനിക് ആണ്, അതായത് പീനിസിലേക്കുള്ള രക്തോട്ടത്തിനെ ബാധിക്കുന്ന കാരണങ്ങളാണ്, അല്ലെങ്കിൽ ഹോർമോണൽ പ്രശ്നങ്ങളാവാം. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സൈക്കോജനിക് ആണ്, അതായത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ പിരിമുറുക്കങ്ങളോ ആവാം. അതിലൊരെണ്ണമാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഉറക്കം കുറയുന്നതിനനുസരിച്ച് ഇവർക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നുള്ള ചിന്തകളായിരിക്കും. കൃത്യമായിട്ടും ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളത് ഇവരെ എല്ലാ സമയവും അലട്ടിക്കൊണ്ടിരിക്കും. ഇത് കാരണം ഇവരുടെ ആരോഗ്യം കുറയുന്നുണ്ടെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഉറക്കം കുറയുന്നതിനനുസരിച്ച് ഉദാഹരണത്തിനും പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത് ഫിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും കൂടി പറയാം. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഉറക്കത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. എന്താണ് ഉറക്കം, ഉറക്കത്തിൻ്റെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ എന്താണ്, ഉറക്കത്തിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്ക് നാച്ചുറലി ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ സാധിക്കുന്നത്, എത്ര സമയമാണ് ഉറങ്ങേണ്ടത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇതിനു വേണ്ടി പലതരത്തിലുള്ള ഉറക്കത്തിനെ കുറിച്ചുള്ള വീഡിയോസ് ഈ ചാനലിൽ തന്നെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു പ്ലേലിസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിലുള്ള എല്ലാ വീഡിയോസും കാണാവുന്നതുമാണ്. നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാതെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പലതാണ്. നിങ്ങളുടെ ജീവിതശൈലിയിൽ കുറേ മാറ്റങ്ങൾ വരുത്തണം, ഡിസിപ്ലിൻ കൊണ്ടുവരണം. കൺസിസ്റ്റൻസി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണ് നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നത്, ഏത് സമയത്താണ് എണീക്കുന്നത്, രാത്രി സമയത്ത് സ്ക്രീനുകൾ ഉപയോഗിക്കുന്നത്, അത് മൊബൈൽ ഫോൺ ആവാം, TV ആവാം, ലാപ്ടോപ്പ് ആവാം. രാത്രി സമയത്ത് ഉപയോഗിക്കുന്ന വെളിച്ചം അത് കുറച്ച് കൊണ്ടുവരുന്നത് നല്ലതാണ്. ടെമ്പറേച്ചർ കുറയ്ക്കുന്നത് നല്ലതാണ്. കോഫി കുടിക്കുന്നത് കുറയ്ക്കേണ്ടതാണ്. എക്സസൈസ് ചെയ്ത് തുടങ്ങണം. നിങ്ങളുടെ ഡയറ്റ് ഹെൽത്തി ആക്കാൻ ശ്രമിക്കുക.
കഴിയുന്നതും നേരത്തെ ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഉറക്കം മികച്ചതാക്കാൻ പലതരത്തിലുള്ള സപ്ലിമെന്റ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് മെലറ്റോണിൻ. ഈ പറഞ്ഞ വിഷയത്തിനെ കുറിച്ച് ഞാൻ മുമ്പേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ സ്ലീപ്പിന്റെ പ്ലേലിസ്റ്റിൽ കാണാം. ഇതെല്ലാം ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം ശരിയാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറിന്റെ സഹായം തീർച്ചയായിട്ടും തേടേണ്ടതാണ്. അത് സൈക്കാട്രിസ്റ്റിനെ അല്ല നേരെ തന്നെ പോയി കാണേണ്ടത്. നിങ്ങളുടെ ഫാമിലി ഡോക്ടറെ കാണുക. ചിലപ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ അവർ പറയാറുണ്ട്. സൈക്കോളജിക്കൽ സെഷൻസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. സ്ലീപ്പിംഗ് പിൽസ് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് 18ാമത്തെ അടവായിട്ട് ഉപയോഗിക്കേണ്ട കാര്യം മാത്രമാണ്. ഉറക്കക്കുറവിന് നേരെ സ്ലീപ്പിംഗ് പിൽസ് അല്ല കഴിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഒരു ഫാമിലി ഡോക്ടർ ഇല്ല, നിങ്ങൾ സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാം. ഡോഫോഡി എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ മാത്രമല്ല, കേരളത്തിലുള്ള കുറേ ഡോക്ടേഴ്സിന്റെ ഒരു കൂട്ടായ്മയാണ്. ഡോഫോഡിയിൽ ഓൺലൈൻ കൺസൾട്ടേഷൻസും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസും കോച്ചിങ് പ്ലാൻസും ഇതൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുകയും നിങ്ങൾക്കും കൂടിയും സൗകര്യമുള്ള സമയത്ത് ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്യാവുന്നതുമാണ്. ഡോഫോഡിയിലുള്ള ഡോക്ടേഴ്സ് പൊതുവായിട്ടുള്ള ഇൻഫർമേഷൻ അല്ല നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള പേഴ്സണലൈസ്ഡ് ഹെൽത്ത് ഇൻഫർമേഷനാണ്. ഇത്തരത്തിലുള്ള അഡ്വൈസസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഉറക്കക്കുറവ് കാരണമുള്ള ഉദാഹരണ പ്രശ്നങ്ങളും ഫിക്സ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉദാഹരണത്തിന് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇല്ലേ? നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. ഉദാഹരണക്കുറവിനെ കുറിച്ചും സെക്ഷൽ ഹെൽത്തിനെ കുറിച്ചും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.